ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചസ് വേൾഡ്. ഇപ്പോൾ മഴയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ മഴയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ചെടികൾക്കൊക്കെ നമ്മൾ വെള്ളം നനച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ ചെടികൾ വാടിപ്പോവും. അപ്പോൾ ഞാനിത് പിന്നെയും അപ്പോൾ വായിൽ വരുന്നു അല്ലേ. ഞാൻ ചെടി നനയ്ക്കുകയാണ്. കുറച്ച് ബാക്കിൽ കുറച്ച് ഈ മുളക് ചെടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അരിമുളകും ചീനിമുളകും സാദാ മുളകൊക്കെ ആയിട്ട് കുറച്ച് ചെടികളുണ്ട്. പിന്നെ പപ്പായ വരണോ വേണ്ടയോ ആലോചിച്ചുകൊണ്ടേ കുഞ്ഞു പൂവൊക്കെ ഉണ്ടായി, ഒരു കായ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കായ വരുമോ എന്നറിയില്ല. അപ്പം ഞാൻ വെട്ടിക്കളയാണ്ട് നിർത്തിയതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ അപ്പുറത്ത് ബദാം മരമുണ്ട്. അതിലെ ഇലകളൊക്കെ നിറച്ചും ഡെയിലി കാറ്റാവാൻ തുടങ്ങിയല്ലോ. അപ്പോൾ കുറച്ച് കാറ്റുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിറച്ചും ഇലകൾ വീഴുന്നുണ്ട്. അടിച്ചു വാരിയാലും വരാതെ പോലെ തന്നെ തോന്നുന്നത്. അപ്പം ഞാൻ എൻ്റെ അരിമുളകിലും ചീനിമുളകിലും കുറച്ച് കടല ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. നേരത്തെ ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കടലയൊക്കെ. അപ്പോൾ ആ കടലയൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ചെടികൾ ഉണ്ടായിട്ടുണ്ട്, പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ചെടികളെല്ലാം നനച്ച് കഴിഞ്ഞിട്ട് രാത്രിക്ക് മുളക് അത്യാവശ്യം ഉണ്ട്, പറിക്കാനുള്ള ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിമുളക് പറിച്ചിട്ട് നമ്മളിങ്ങനെ എണ്ണയിൽ വറുത്തെടുക്കുമല്ലോ, അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കാന്താരിയും പച്ചക്കാന്താരി അമ്മ 2 ചെടി തന്നാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കാന്താരിയും അരിമുളകും കൂടെ നമുക്ക് പറിക്കാം. ഞാനങ്ങനെ ചെടികൾ വെച്ചുണ്ടാക്കുക, പച്ചക്കറി വെച്ച് എനിക്കൊരു ആഗ്രഹമാണ് ഒരുപാട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഭയങ്കര മടിയുള്ളൊരു പരിപാടിയാണ് ഈ ചെടികൾ വെക്കുക, ഉണ്ടാക്കുക, നോക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തറവാട്ടിലിരിക്കുമ്പോഴും കുറച്ച് അപ്പുറത്തെ സ്ഥലമുള്ളതിൽ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ വെണ്ടയ്ക്കും തുവരയും പയറൊക്കെ ഇടാറുണ്ട്. എൻ്റെ വീട്ടിലും എൻ്റെ അച്ഛനും അമ്മയും ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് വീട്ടാവശ്യത്തിനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുകയല്ലാതെ നമ്മളങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ സ്വന്തമായിട്ട് ചെടികളുണ്ടാക്കി അതിൽ നിന്ന് ഇങ്ങനെ പച്ചമുളകും പയറും തുവരയൊക്കെ പറിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്, വെണ്ടയ്ക്കും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ചെടിയൊക്കെ വെക്കാനുള്ളൊരു ഇൻട്രസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കണം രാത്രിക്ക്. പിന്നെ പുളിച്ചാറാണ്, അതായത് ഞങ്ങളുടെ പാലക്കാടുകാരുടെ സ്വന്തം പുളിച്ചാറും കൂർക്ക മെഴുക്കുവരട്ടിയും അഡാറ് കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. പുളിച്ചാറും കൂർക്ക ഉപ്പേരിയാണ്, കാണിച്ചു തരാം കേട്ടോ. പുളിച്ചാറ് ഇതാ ഇങ്ങനെ, അതായത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രസമല്ല, പക്ഷെ ഇങ്ങനെ മുളക് വറുത്ത പുളി എന്നൊക്കെ പറയും. പുളിച്ചാറെന്നാണ് നമ്മൾ പാലക്കാടുകാർ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ മെഴുക്കുവരട്ടിക്കുള്ള കടുകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുത്തിട്ട് മെഴുക്കുവരട്ടിയും പുളിച്ചാറും നമ്മുടെ മുളകുണ്ടല്ലോ, മുളക് വറുത്തതുമാണ് ഇന്നത്തെ ഫുഡായിട്ട് നമ്മളിന്ന് കഴിക്കാൻ പോണത്. ഒരു പറ ചോറുണ്ണും എന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടെ വയറ് നിറച്ചും ചോറ് കഴിക്കാൻ പറ്റും. മുളകൊക്കെ ആവശ്യത്തിന് എരിവും ഒരുപാട് മൂത്തിട്ടില്ല, എന്നാൽ ഒരുപാട് പിന്തും അല്ലാത്ത രീതിയിലുള്ള മുളകാണ്. അപ്പോൾ ആവശ്യത്തിന് എരിവായിട്ട് നല്ല ടേസ്റ്റാണ്. എൻ്റെ കുഞ്ഞാറ്റ മുളകുണ്ടാകുമ്പോൾ അവൻ ചിക്കൻ കറി ആണെങ്കിലും പോയിട്ട്, ചിക്കൻ കറി നമ്മൾ വെക്കുകയാണെങ്കിൽ പോലും അവൻ പോയി അരിമുളക് പറിച്ചിട്ട് വന്നിട്ട് പച്ചയ്ക്ക് കടിച്ച് തിന്നും. അങ്ങനത്തെ ആളാണ്. ഇപ്പോൾ കുഞ്ഞാറ്റ പറയണ്ടെന്നാണ് കുഞ്ഞാറ്റൻ്റെ ഓർഡർ. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ കാണും അത്രേ. അപ്പോൾ കുഞ്ഞാറ്റ പറയുമ്പോൾ ഇവനെ കളിയാക്കും. ഫ്രണ്ട്സിൻ്റെ അമ്മയൊക്കെ കാണുമ്പോൾ കളിയാക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കുഞ്ഞാറ്റ പറയണില്ല, അർജു പറയാം. അർജിത്ത് എന്നാണ് അവൻ്റെ പേര്, അർജു പറയാം, എൻ്റെ വലുത്. അപ്പോൾ അതെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മുളകൊക്കെ ഇങ്ങനെ 2ആയിട്ട് കീറിയിട്ടാണ് വറുത്തെടുക്കാൻ പോണത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുഞ്ഞു പുളി ഇട്ടിട്ട് ഒന്ന് ആ വെള്ളം വറ്റിച്ചെടുക്കും. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ടൊന്ന് നല്ലോണം വറുത്തെടുക്കും. അങ്ങനെയാണ് നമ്മുടെ മുളക് വറുത്തത് ഉണ്ടാക്കാൻ പോണത്. ഞാനങ്ങനെ അധികം എരിവൊന്നും കൂട്ടാറില്ല. എനിക്കങ്ങനെ മുളക് വറുത്തത് കൂട്ടിയിട്ടോ അങ്ങനെ കൂടുതൽ എരിവൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷെ എൻ്റെ ചെടിയിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, അപ്പം ഞാൻ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മുളകും ഞാനും കൂടെ കഴിക്കും. എന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ കളയണ്ടാട്ടോ എടുത്ത് വയ്ക്കിയെന്ന് പറഞ്ഞു. കാരണം നല്ല മുളകാണ്, നല്ല ടേസ്റ്റാണ്. അരിമുളകും ചീനിമുളകും കാന്താരി മുളകിനൊക്കെ ഇപ്പോൾ എന്തൊരു വിലയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ തന്നെ. അതുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെ ആകുമ്പോൾ
കാശ് കൊടുക്കാണ്ട്. പക്ഷെ കാശ് പറഞ്ഞാൽ നല്ല വിലയുണ്ടല്ലോ, നല്ല വിലയുള്ള സാധനമാണ്. കൊളസ്ട്രോളിനും എല്ലാം കാന്താരി നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എരിവാണെന്നുള്ളത് അറിയാലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ. നല്ല പുളിച്ചാറും മുളക് വറുത്തതും കൂർക്കുപ്പേരിയും കൂട്ടി, മെഴുക്കുവരട്ടിയും കൂട്ടി ഞാൻ ഇന്നൊരു പിടുത്തം പിടിക്കാൻ പോവാണേ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.